The Eternal Wedding Collections by Chungat Jewelry. നമസ്കാരം 100 ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം 100 പ്രധാന വാർത്തകൾ. കോട്ടയത്തെ സ്ഥാനാർത്ഥി പ്രശ്നത്തിന് കോൺഗ്രസ് പരിഹാരം കാണണമെന്ന് പി ജെ ജോസഫ്. യുഡിഎഫിന്റെ എല്ലാ സ്ഥാനാർത്ഥികളും വിജയിക്കണമെന്നാണ് ആഗ്രഹമെന്നും അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്നും കോൺഗ്രസ് നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പി ജെ ജോസഫ് പറഞ്ഞു. കേരള കോൺഗ്രസിലെ തർക്കങ്ങളിൽ മറ്റു കക്ഷികളുമായി ചേർന്ന് കൂടിയാലോചിച്ച് പരിഹാരമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ചില പരാതികൾ പി ജെ ജോസഫ് പറഞ്ഞിട്ടുണ്ട്. ഇത് രമ്യമായി പരിഹരിക്കാനാകുമെന്നും രമേശ് ചെന്നിത്തല. ശബരിമല വിഷയത്തിൽ വ്യക്തത വരുത്തി തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. അയ്യപ്പന്റെ പേരിൽ ആരും വോട്ട് പിടിക്കരുതെന്ന് ടിക്കാറാം മീണ. ശബരിമല ക്ഷേത്രത്തിന്റെ പേര് പ്രചാരണത്തിന് ഉപയോഗിക്കരുത്. സ്ത്രീ പ്രവേശന വിഷയം പ്രചാരണത്തിന് ഉപയോഗിച്ചാൽ തടയാനാകില്ലെന്നും ടിക്കാറാം മീണ മാധ്യമങ്ങളോട് പറഞ്ഞു. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നതിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ. SNDP യോഗം ഭാരവാഹികൾ മത്സരിക്കണമെങ്കിൽ സ്ഥാനം രാജിവെക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. തുഷാർ മത്സരിച്ചാലും താൻ പ്രചാരണത്തിനിറങ്ങില്ലെന്നും വെള്ളാപ്പള്ളി അറിയിച്ചു. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉദ്ഘാടനം ചെയ്യാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലെത്തും. നാളെ കോഴിക്കോട്ട് നടക്കുന്ന റാലിയോടെ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രചാരണ പരിപാടികൾക്ക് ഔദ്യോഗിക തുടക്കമാകും. സഭാതർക്ക കേസിൽ യാക്കോബായ വിഭാഗത്തിന് കനത്ത തിരിച്ചടി. ഓർത്തഡോക്സ് വിഭാഗത്തിന് മാത്രം ആരാധനയ്ക്ക് ഹൈക്കോടതി അനുമതി നൽകി. ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ പോലീസിന് ഇടപെടാമെന്നും ഹൈക്കോടതിയുടെ ഉത്തരവ്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ഹർജി സുപ്രീംകോടതി ഏപ്രിൽ 3 മാറ്റി. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം പരിഗണിച്ചാണ് കേസ് മാറ്റിയത്. കെവിൻ വധക്കേസിൽ കുറ്റപത്രം കോടതി അംഗീകരിച്ചു. 10 വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. കോട്ടയം അഡീഷണൽ സെഷൻസ് 4 കേസ് പരിഗണിച്ചത്. റഫാൽ ഇടപാടിൽ പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് സർക്കാർ സുപ്രീംകോടതിയിൽ. സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി അനുമതി നൽകി. നാളെ കേസ് പരിഗണിക്കാനിരിക്കെയാണ് കേന്ദ്ര സർക്കാർ വീണ്ടും സത്യവാങ്മൂലം സമർപ്പിക്കുന്നത്. LDFന്റെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായി നിയോജക മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കും. മണ്ഡലം സി ദിവാകരനിലൂടെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇടതുമുന്നണി. തിരുവനന്തപുരം കരമനയിൽ തട്ടിക്കൊണ്ടുപോയ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊഞ്ചിരവിള സ്വദേശി അനന്തു ഗിരീഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ബൈക്കിൽ കരമന ഭാഗത്ത് യാത്ര ചെയ്യുകയായിരുന്ന അനന്തുവിനെ 2 പേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. SSLC പരീക്ഷ ആരംഭിച്ചു. 4.5 ലക്ഷത്തോളം കുട്ടികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത്. ഗൾഫ് മേഖലകളിലും ലക്ഷദ്വീപിലും 9 പരീക്ഷാ കേന്ദ്രങ്ങൾ വീതമുണ്ട്. കടുത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്കായി പ്രത്യേക സംവിധാനങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി മുൻ ഇൻകം ടാക്സ് കമ്മീഷണർ R. മോഹനനെ നിയമിക്കാൻ തീരുമാനിച്ചു. പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന MV ജയരാജൻ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റെടുത്ത സാഹചര്യത്തിലാണ് പുതിയ നിയമനം. മുൻ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയുടെ സഹോദരനാണ് R. മോഹനൻ. ശബരിമല വിഷയം പ്രചാരണ വിഷയമാക്കാമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള. മതത്തെയും വിശ്വാസത്തെയും വോട്ട് ചോദിക്കാൻ ഉപയോഗിക്കരുത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതെന്നും ശ്രീധരൻപിള്ള. പോലീസ് മേധാവിമാരുടെ നിയമനത്തിനുള്ള വ്യവസ്ഥകളിൽ ഇളവ് വരുത്തി സുപ്രീംകോടതി. വിരമിക്കാൻ 6 മാസം കാലാവധിയുള്ള ഉദ്യോഗസ്ഥരെയും പോലീസ് മേധാവിയാക്കാമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. ചാലക്കുടി മണ്ഡലത്തിൽ പ്രചാരണം ഊർജിതമാക്കി ഇടതുമുന്നണി. പ്രചാരണ രംഗത്ത് സജീവമാണ് ഇടത് സ്ഥാനാർത്ഥി ഇന്നസെന്റ്. നേതാക്കളെ അണിനിരത്തി LDF ചാലക്കുടി മണ്ഡലം കൺവെൻഷൻ അങ്കമാലിയിൽ നടന്നു. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് കോൺഗ്രസ് ക്യാമ്പിൽ തുടരുന്ന അനിശ്ചിതത്വം ആദ്യഘട്ടത്തിൽ പരമാവധി മുതലാക്കാനാണ് LDFന്റെ ശ്രമം. കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പി ജെ ജോസഫിനെതിരെ ഒരു വിമർശനവും ഉണ്ടായിട്ടില്ലെന്ന് മോൻസ് ജോസഫ്. സ്ഥാനാർത്ഥിത്വത്തിൽ പി ജെ ജോസഫിന്റെ പേര് മാത്രമാണ് ഉയർന്നു വന്നതെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. പി ജെ ജോസഫിനൊപ്പം തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാക്കളെ കണ്ട ശേഷം പ്രതികരിക്കുകയായിരുന്നു മോൻസ്. വടകരയിൽ പൊതുസ്വതന്ത്രൻ എന്ന പേരിൽ കോലിബി സഖ്യത്തിനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കോൺഗ്രസ് നേതാക്കൾ മത്സരരംഗത്തുനിന്ന് പിന്മാറുന്നത് പരാജയഭീതി കൊണ്ടാണെന്നും സീറ്റ് കിട്ടാത്ത ജോസഫ് ഇനി കേരള കോൺഗ്രസിൽ തുടരുന്നതിൽ അർത്ഥമില്ലെന്നും കോടിയേരി പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി നിർദ്ദേശിച്ചാൽ ആലത്തൂരിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് രമ്യ ഹരിദാസ്. നിലവിൽ താനുമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും നടന്നിട്ടില്ല. മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അറിവ് മാത്രമേ തനിക്കുള്ളൂവെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു.
ISLന്റെ 5ാം സീസണിൽ ഗോവ ബംഗളൂരു ഫൈനൽ. രണ്ടാം പാദ പ്ലേ ഓഫിൽ മുംബൈ സിറ്റി FC-യോട് ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റെങ്കിലും ആദ്യ പാദത്തിലെ 5-1 ജയമാണ് ഗോവയ്ക്ക് തുണയായത്. ഇന്ത്യക്കെതിരായ 5ാം ഏകദിനത്തിൽ ഓസ്ട്രേലിയയ്ക്ക് മികച്ച തുടക്കം. ടോസ് നേടി ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഓസ്ട്രേലിയ വിക്കറ്റ് നഷ്ടമില്ലാതെ 70 റൺസ് എന്ന നിലയിലാണ്. LDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കൊല്ലത്ത് നടന്നു. CPIM പൊളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻ പിള്ള കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷം ശക്തിപ്പെടാതെ മതേതര ജനാധിപത്യ മുന്നണികൾക്ക് രാജ്യത്ത് സ്ഥാനമുണ്ടാകില്ലെന്ന് S. രാമചന്ദ്രൻ പിള്ള പറഞ്ഞു. എറണാകുളം മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് 40 ലക്ഷം രൂപ മുടക്കി നിർമ്മിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം വിവാദത്തിൽ. പൊതുജനങ്ങൾക്ക് പ്രയോജനമില്ലാത്ത മാതൃകയിലാണ് വെയിറ്റിംഗ് ഷെൽട്ടറിന്റെ നിർമ്മാണമെന്നാണ് ആരോപണം. ഭരണാനുമതി നൽകിയ ഘട്ടത്തിൽ അംഗീകരിച്ച മാതൃകയിലല്ല നിർമ്മാണം നടത്തിയതെന്ന് ജോയ്സ് ജോർജ് MP പറഞ്ഞു. PK ശ്രീമതിയുടെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി മണ്ഡലത്തിൽ പലയിടത്തും സ്ഥാപിച്ച പ്രചാരണ ബോർഡുകൾ ഫ്ലെക്സുകളാണെന്നും അവ നീക്കം ചെയ്യണമെന്ന് കോൺഗ്രസും BJPയും. പ്രചാരണ ബോർഡുകൾ സ്ഥാപിച്ചത് സ്വകാര്യ വ്യക്തികളും സംഘടനകളുമാണെന്നാണ് CPIMന്റെ വിശദീകരണം. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് കളക്ടർ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര് എന്നത് തീരുമാനമായില്ല. സാധ്യതാ പട്ടികയിൽ മുന്നിലുള്ളത് TN പ്രതാപനാണ്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയ LDF ഇതിനോടകം തന്നെ മണ്ഡലത്തിൽ പ്രചാരണം സജീവമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ കോളേജുകളിലേക്ക് MBA പ്രവേശനത്തിന് അർഹത തേടുന്നവർക്കായുള്ള പ്രവേശന പരീക്ഷയായ KMAT കേരള 2019 ജൂൺ 16 നടത്തും. കുസാറ്റിന്റെ ആഭിമുഖ്യത്തിലും പ്രവേശന മേൽനോട്ട സമിതിയുടെ നിയന്ത്രണത്തിലുമാണ് പരീക്ഷ. ഓൺലൈൻ അപേക്ഷ മാർച്ച് 31 വൈകിട്ട് 4 വരെ സ്വീകരിക്കും. രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളിൽ താൻ അതീവ ദുഃഖിതയാണെന്ന് പ്രിയങ്ക ഗാന്ധി. നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്ത കോടിക്കണക്കിന് തൊഴിലവസരങ്ങളും 15 ലക്ഷവും എവിടെയാണ്? ഭരണഘടനാ സ്ഥാപനങ്ങൾ നശിപ്പിക്കപ്പെട്ടു. സ്ത്രീകൾ അരക്ഷിതാവസ്ഥയിലാണ്. എവിടെയും വിദ്വേഷം പരത്തുകയാണെന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തു. പൊള്ളാച്ചി പീഡന കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ധർണ നടത്തിയ കന്നിമൊഴി അടക്കമുള്ള 300ഓളം DMK പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. പ്രതികൾക്ക് സർക്കാർ സംരക്ഷണം ലഭിക്കുന്നുണ്ട് എന്നും കേസിലെ സർക്കാർ പങ്ക് അന്വേഷിക്കണമെന്നും DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ അടക്കമുള്ള നേതാക്കൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണ തന്ത്രങ്ങൾക്ക് അന്തിമ രൂപമായി. ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി എന്ന ആവശ്യം മുൻനിർത്തിയാണ് പ്രചാരണം. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് 7 സീറ്റുകളിലും വിജയിക്കാൻ കഴിയുമെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പ്രകടനം നടത്തിയ വിശ്വഹിന്ദു പരിഷത്ത് നേതാക്കളും 100ഓളം പ്രവർത്തകരും അറസ്റ്റിൽ. ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിലാണ് സംഭവം. ചൊവ്വാഴ്ച രാവിലെ കളക്ടർ കവാടം അടച്ചുപൂട്ടി ധർണ നടത്തുകയായിരുന്നു ഇവർ. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ G എന്ന് അഭിസംബോധന ചെയ്ത കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിക്കെതിരെ പോലീസിൽ പരാതി. ലക്നൌ പോലീസ് സ്റ്റേഷനിലാണ് പരാതി ഫയൽ ചെയ്തിരിക്കുന്നത്. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും രാഹുലിനെതിരെ പ്രതിഷേധമുയരുന്നുണ്ട്. ജാർഖണ്ഡിൽ BJP ഒറ്റ സീറ്റ് പോലും നേടില്ലെന്ന് ജാർഖണ്ഡ് മുക്തി മോർച്ച പ്രസിഡന്റ് ഹേമന്ത് സോറൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള മഹാസഖ്യം ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നും ഒറ്റക്കെട്ടായി നിന്ന് BJPക്കെതിരെ സംസ്ഥാനത്ത് പോരാടുമെന്നും ഹേമന്ത് പറഞ്ഞു. BJP രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിച്ചുവെന്ന് കോൺഗ്രസ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനവും BJP പാലിച്ചില്ലെന്നും രാജ്യത്തെ ജനങ്ങൾ BJP ഭരണത്തിൽ തൃപ്തരല്ലെന്നും അശോക് ഗെഹ്ലോട്ട് പറഞ്ഞു. ജെയ്ഷെ മുഹമ്മദ് തലവൻ മൌലാന മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നത് വൈകിപ്പിക്കാനുള്ള നീക്കവുമായി വീണ്ടും ചൈന. വിഷയത്തിൽ ഇനിയും ചർച്ച നടത്തി ഉത്തരവാദിത്വത്തോടെയുള്ള പരിഹാരമുണ്ടാകണമെന്നതാണ് ചൈനയുടെ നിലപാടെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് ലു കാങ് പറഞ്ഞു. നൈജീരിയൻ ഗ്രാമത്തിൽ വെടിവെപ്പിൽ 16 പേർ കൊല്ലപ്പെട്ടു. നൈജീരിയയിലെ കഡൂന സംസ്ഥാനത്താണ് അജ്ഞാതരായ തോക്കുധാരികൾ ആക്രമണം നടത്തിയത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 5ാം തവണയും മത്സരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് അൾജീരിയൻ പ്രസിഡന്റ് അബ്ദുൾ അസീസ് ബുത്ഫ്ലിക്ക പിന്മാറി. ബുത്ഫ്ലിക്ക വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെതിരെ അൾജീരിയയിൽ പ്രക്ഷോഭം ശക്തമായ സാഹചര്യത്തിലാണ് തീരുമാനം. ബോയിംഗ് 737 മാക്സ് വിമാനങ്ങളുടെ സർവീസ് ഓസ്ട്രേലിയ താൽക്കാലികമായി റദ്ദാക്കി. 157 പേരുടെ മരണത്തിനിടയാക്കിയ എത്യോപ്യൻ എയർലൈൻസിന്റെ അപകടത്തെ തുടർന്നാണ് നടപടി. ബ്രസീലിയൻ നഗരമായ സാവോ പോളോയിൽ കനത്ത മഴയെ തുടർന്ന് 11 പേർ മരിച്ചു. റോഡുകളിൽ കനത്ത വെള്ളക്കെട്ടിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. നഗരത്തിൽ വീടുകളും കെട്ടിടങ്ങളും തകർന്നിട്ടുണ്ട്. വേൾഡ് വൈഡ് വെബിന്റെ 30ാം പിറന്നാൾ ആഘോഷിച്ച് ഗൂഗിൾ ഡൂഡിൽ. ബ്രിട്ടീഷ് കമ്പ്യൂട്ടർ വിദഗ്ധനായ ടിം ബേണേഴ്സ് ലിയാനാണ് ഇതിന് രൂപം നൽകിയത്. തീപിടുത്തം
തീപിടുത്തത്തിൽ നൈറോബിക്ക് സമീപമുള്ള കൈബീരിയയിൽ കനത്ത നാശനഷ്ടം. രാവിലെ 3 മണിക്ക് ആരംഭിച്ച തീപിടുത്തം മണിക്കൂറുകളോളം നീണ്ടുനിന്നു. സൗദിയിൽ ഭീകരവാദ രാജ്യസുരക്ഷാ കേസുകളിൽ 5000-ലേറെ പേർ തടവിൽ കഴിയുന്നതായി ആഭ്യന്തര മന്ത്രാലയം വെളിപ്പെടുത്തി. കഴിഞ്ഞ 11 ദിവസത്തിനിടെ 37 പേർ പിടിയിലായി. അന്തരീക്ഷ മലിനീകരണം മൂലം ഒരു വർഷം ലോകത്താകമാനം 88 ലക്ഷത്തോളം പേർക്ക് അകാല മരണം സംഭവിക്കുന്നതായി പഠനം. വാഹനങ്ങളിലെ പുക, വ്യവസായ സ്ഥാപനങ്ങളിലെ മാലിന്യങ്ങൾ, പുകവലി തുടങ്ങിയവയാണ് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നതെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. സൗദിയിൽ പുതിയ 12 മത്സ്യബന്ധന തുറമുഖങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിലാണ് പരിസ്ഥിതി ജല കൃഷി മന്ത്രാലയത്തിന് കീഴിൽ തുറമുഖങ്ങൾ സജ്ജമാകുന്നത്. ഇലക്ട്രോണിക് വീസകൾ അനുവദിക്കാൻ തുടങ്ങിയതോടെ ഉംറ തീർത്ഥാടകരുടെ വീസ നടപടിക്രമങ്ങൾ എളുപ്പമായതായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം. ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ച് മിനിറ്റുകൾക്കുള്ളിൽ വീസ ലഭിക്കും. തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കാൻ ഇത് കാരണമാകുമെന്നാണ് റിപ്പോർട്ട്. മുസ്ലിം ലീഗ് സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ദമാമിൽ നടത്തിയ രക്തദാന ക്യാമ്പ് ശ്രദ്ധേയമായി. ദമാം സെൻട്രൽ ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് രക്തദാന യജ്ഞം നടത്തിയത്. കഴിഞ്ഞ ദിവസം നിര്യാതരായ സമസ്തയുടെയും മുസ്ലിം ലീഗിന്റെയും മുതിർന്ന നേതാവ് PK സീതി ഹാജി, വെമ്പോയിൽ ഹമീദ് എന്നിവരുടെ പേരിൽ ജിദ്ദയിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. പേങ്ങാട് KMCCയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് മടങ്ങുന്ന അബ്ദുൽ നാസറിന് യാത്രയയപ്പ് നൽകി. ബഹ്റൈൻ എണ്ണ വ്യവസായ ചരിത്രം അഭിമാനം പകരുന്നതാണെന്ന് പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ മുഹമ്മദ് അൽ ഖലീഫ. എണ്ണ മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുവഴി രാജ്യത്തിന്റെ വികസനം സുസ്ഥിരമാക്കുന്നതിനും സർക്കാർ മുഖ്യ പരിഗണന നൽകുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംഗീതപ്രേമികൾ കാത്തിരുന്ന യൂട്യൂബ് മ്യൂസിക് ഇന്ത്യയിൽ അവതരിപ്പിച്ചു. ലോകമെമ്പാടും നിന്നുള്ള വിപുലമായ പാട്ടുശേഖരമാണ് യൂട്യൂബ് മ്യൂസിക്കിലുള്ളത്. കഴിഞ്ഞ വർഷമായിരുന്നു യൂട്യൂബ് മ്യൂസിക്കിന്റെ ആഗോള ലോഞ്ചിംഗ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന പോർട്ടലുമായി ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് റിസോൾവർ ഇന്ത്യ. ബിസിനസ് സംരംഭങ്ങളോട് ആളുകൾക്കുള്ള അകൽച്ച കുറയ്ക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് റിസോൾവർ ഇന്ത്യ സഹസ്ഥാപകനായ പ്രത്യൂഷ് സിംഗ് പറഞ്ഞു. ഗൂഗിളിന്റെ സ്മാർട്ട് മെസ്സേജിംഗ് ആപ്പായ അലോ പ്രവർത്തനം നിർത്തുന്നു. സന്ദേശങ്ങളും ചിത്രങ്ങളും കൈമാറുവാൻ ഉപയോഗിച്ചിരുന്ന ആപ്ലിക്കേഷൻ ഇന്നു മുതൽ ഉപയോഗിക്കുവാൻ സാധ്യമല്ല. കുട്ടികൾക്ക് ഹിന്ദി, ഇംഗ്ലീഷ് വായന എളുപ്പമാക്കാൻ സഹായിക്കുന്ന ബോലോ മൊബൈൽ ആപ്ലിക്കേഷനുമായി ഗൂഗിൾ. പ്രൈമറി ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് ഗൂഗിൾ ബോലോ പുറത്തിറക്കിയിട്ടുള്ളത്. IPL ഈ സീസണിൽ മലയാളി പേസ് ബൌളർ സന്ദീപ് വാര്യരും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായി കളിക്കും. കൊൽക്കത്ത ഈ സീസണിൽ ടീമിലേക്ക് സെലക്ട് ചെയ്ത ഇന്ത്യൻ താരങ്ങളിൽ ഒരാൾക്ക് പരുക്കേറ്റതിനെ തുടർന്നാണ് പകരക്കാരനായി സന്ദീപിനെ സെലക്ട് ചെയ്തത്. ഐ-ലീഗ് ക്ലബ്ബുകൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുന്നു. പിന്മാറുന്ന വിവരം അറിയിച്ച് മിനർവ പഞ്ചാബ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് കത്തയച്ചു. ഗോകുലം കേരള ഉൾപ്പെടെ 6 ടീമുകൾ നാളെ അന്തിമ തീരുമാനമെടുക്കും. ഇനി ജില്ലാ വാർത്തകൾ. സിറ്റി പോലീസ് കമ്മീഷണറായി സഞ്ജയ് കുമാർ ഗുരുഡിൻ ചാർജെടുത്തു. 2015 ഏപ്രിൽ മുതൽ 2016 ഫെബ്രുവരി വരെ ക്രമസമാധാന ചുമതലയുള്ള ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറായി സേവനമനുഷ്ഠിച്ചിരുന്നു. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പ്രദേശങ്ങളിൽ ഒരിടവേളയ്ക്ക് ശേഷം കഞ്ചാവ് കച്ചവടം വ്യാപകമാകുന്നു. മാസങ്ങൾക്ക് മുൻപ് പത്തോളജി ലാബിന് സമീപത്തു നിന്ന് വൻ കഞ്ചാവ് ശേഖരം പോലീസ് പിടികൂടിയിരുന്നു. വേനൽ കടുത്തതോടെ കോവളം ബീച്ചിൽ കുടിവെള്ളത്തിനായി സഞ്ചാരികളുടെ നെട്ടോട്ടം. കോടികൾ മുടക്കിയുള്ള ജലപദ്ധതികളുണ്ടെങ്കിലും അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രത്തെ അധികൃതർ അവഗണിച്ചെന്നാണ് പരാതി. ഉപയോഗശേഷം അധികം വരുന്നതും കാലാവധി കഴിഞ്ഞതുമായ മരുന്നുകൾ ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള പ്രൌഡ് പദ്ധതിക്ക് ഇന്ന് തുടക്കം. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ആരംഭിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഉച്ചയ്ക്ക് 2-ന് മന്ത്രി KK ശൈലജയുടെ ഓഫീസിൽ നടക്കും. രാജ്യാന്തര തുറമുഖ നിർമ്മാണ സ്ഥലത്തേക്ക് കൂറ്റൻ ട്രെയിനുകളും പുത്തൻ ടഗ്ഗുകളും എത്തുന്നു. ജപ്പാനിൽ നിന്നുള്ള ആദ്യ ടഗ് യാത്ര തിരിച്ചു. ചൈനീസ് കമ്പനിയായ ZMMCയിൽ നിന്ന് 32 കൂറ്റൻ ട്രെയിനുകളാണ് എത്തുന്നത്. നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നെയ്യാറ്റിൻകര അരുവിപ്പുറം കുമാർ സീമ ദമ്പതികളുടെ മകൾ ബിജിനയാണ് മരിച്ചത്. തിരുവല്ലം നഴ്സിംഗ് കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിനിയാണ് ബിജിന. ഫാൻസി നമ്പറുകൾക്ക് വേണ്ടി RTO ഓഫീസിൽ നടപ്പിലാക്കിയ ആദ്യ ഓൺലൈൻ ലേലം പൂർത്തിയായി. ഓരോ ആഴ്ചയിലും ഫാൻസി നമ്പറുകൾക്കായുള്ള ലേലം നടക്കും. ആദ്യ ലേലം നടന്നത് KL01 CK സീരീസിലാണ്.
പോലീസ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ യുവാവ് അറസ്റ്റിൽ. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ആഷിഖ് എന്ന സുലൈമാനെയാണ് തിരുവമ്പാടി പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയത്. താമരശ്ശേരി ഡിവൈഎസ്പി ഇ.പി. പൃഥ്വിരാജിന്റെ നിർദ്ദേശപ്രകാരം തിരുവമ്പാടി എസ്ഐ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. 2.5 വർഷത്തിനു ശേഷം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ നടത്തിപ്പ് ടോപ്പ് ഗിയറിലേക്ക്. 47 കോടി അടങ്കൽ തുകയുള്ള 10 പ്രോജക്ടുകൾക്ക് ഭരണാനുമതി ലഭിച്ചു. 6.9 കോടി രൂപയുടെ പദ്ധതികൾക്ക് സാങ്കേതികാനുമതിയും നേടി. പരപ്പാർ തടാകത്തിലെ ബോട്ടുകൾ ഡ്രൈഡോക്കിനായി കരകയറി. ട്രെയിനിന്റെ സഹായത്തോടെയാണ് 2 ബോട്ടുകൾ കരയിൽ വെച്ചുള്ള പരിശോധനയ്ക്കായി കയറ്റിയത്. 15-ന് തുറമുഖ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തും. ഏറെ നാളായി നഗരം കാത്തിരുന്ന ബോയ്സ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിന്റെ വികസനം തുടങ്ങി. സംസ്ഥാന കായിക യുവജനക്ഷേമ മന്ത്രാലയം അനുവദിച്ച 1 കോടി രൂപയിലാണ് നിർമ്മാണങ്ങൾ ആരംഭിച്ചത്. കടുത്ത ചൂടിൽ ജലാശയങ്ങൾ വറ്റിവരണ്ടതോടെ കുടിനീരിനായി വന്യജീവികൾ കൂട്ടത്തോടെ കാടിറങ്ങുന്നു. കല്ലടയാറിന്റെ കൈവഴികളിലെല്ലാം വെള്ളമില്ലാതായതോടെ ജീവികൾ പരക്കം പായുകയാണ്. ഡയാലിസിസ് ICU യൂണിറ്റുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന അടൂർ ജനറൽ ആശുപത്രിയിൽ ജലക്ഷാമം രൂക്ഷം. കിണറുണ്ടെങ്കിലും ആവശ്യത്തിന് വെള്ളമില്ല. രോഗികൾ വെള്ളം പുറത്തുനിന്ന് പണം നൽകി വാങ്ങേണ്ട സ്ഥിതിയാണ്. പത്തനംതിട്ട ചെങ്ങന്നൂർ റൂട്ടിൽ KSRTC സർവീസുകളുടെ എണ്ണം കുറച്ചത് യാത്രക്കാരെ വലയ്ക്കുന്നു. ജീവനക്കാർ കുറവാണെന്ന സർവീസുകളാണ് കുറച്ചത്. ഇതോടെ ആലപ്പുഴ ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റൂട്ടിൽ യാത്രാക്ലേശം രൂക്ഷമായി. മണിമലയാറ്റിലെ തടയണ നിറയാത്തതിനാൽ ജലക്ഷാമം രൂക്ഷമാകുന്നു. വേനൽ കടുക്കുന്നതോടെ ജലനിരപ്പ് ഇനിയും താഴ്ന്നേക്കാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാര്യമായ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ പമ്പിങ്ങിനെ ബാധിച്ചേക്കുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. പറ്റിവരണ്ട പമ്പാനദിയിൽ അണക്കെട്ട് തുറന്നുവിട്ടിട്ടും അയ്യപ്പന്മാരുടെ പുണ്യസ്നാനത്തിന് വെള്ളമെത്തിയില്ല. ഉത്സവത്തിന് നട തുറന്നപ്പോൾ ദർശനത്തിനെത്തിയ ഭക്തർ മല കയറിയത് പുണ്യസ്നാനം നടത്താതെ. വേനലിന്റെ തീവ്രതയിൽ പമ്പാനദി പൂർണ്ണമായി വറ്റിവരണ്ടു. വേനലിൽ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്ന കുട്ടനാട്ടുകാർക്ക് ജല അതോറിറ്റിയുടെ ഇരുട്ടടി. തിരുവല്ലയിൽ നിന്നുള്ള കുടിവെള്ള വിതരണം മുന്നറിയിപ്പില്ലാതെ നിർത്തലാക്കി. പ്രതിദിനം 6 ദശലക്ഷം ലിറ്റർ കുടിവെള്ളത്തിന്റെ കുറവാണ് ഇതോടെ കുട്ടനാട്ടിലുണ്ടായിരിക്കുന്നത്. കൂടിയാലോചനകളില്ലാതെ നടത്തിവരുന്ന കായംകുളം ഗസ്റ്റ് ഹൌസ് നിർമ്മാണം താൽക്കാലികമായി നിർത്താൻ തീരുമാനിച്ചതായി മന്ത്രി G. സുധാകരൻ. പുതിയ രൂപരേഖ തയ്യാറാക്കി 4 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. മന്ത്രി VS സുനിൽകുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് കായലിലെയും മറ്റ് ജലാശയങ്ങളിലെയും പോള നീക്കം തുടങ്ങി. കൃഷിവകുപ്പാണ് ജോലികൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഇതോടെ പോളശല്യം രൂക്ഷമായതിനെ തുടർന്ന് നിർത്തിവച്ചിരുന്ന കായൽ മേഖല വഴിയുള്ള ബോട്ട് സർവീസ് പുനരാരംഭിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ദേശീയപാതയിൽ അപകടം വരുത്തും വിധം സൂപ്പർ ബൈക്കുകളിൽ സഞ്ചരിച്ച 10 യുവാക്കളെ RTOയുടെ സ്ക്വാഡ് പിടികൂടി. അലക്ഷ്യമായി ബൈക്ക് ഓടിച്ചതിന് ഇവരുടെ ലൈസൻസ് റദ്ദു ചെയ്യാൻ RTOയ്ക്ക് ശുപാർശ ചെയ്തു. നഗരത്തിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് പോപ്പ് മൈതാനത്ത് തയ്യാറാക്കിയ തുമ്പൂർ മൂഴി എയറോബിക് ബിൻ ഉപയോഗിച്ചു തുടങ്ങി. ജൈവ മാലിന്യങ്ങളാണ് ഇവിടെ സംസ്കരിക്കുക. 5 ആഴ്ചയ്ക്കിടെ കുറുവലങ്ങാട് മേഖലയിൽ കഞ്ചാവ് കേസിൽ പിടിയിലായത് 6 ചെറുപ്പക്കാർ. 5 പേരും കുറുവലങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ്. പിടിയിലായവരുടെ പ്രായം 27 വയസ്സിൽ താഴെ. അഞ്ചുനാട് മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷം. അധികൃതർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ രംഗത്ത്. പ്രതിഷേധവുമായി കാന്തല്ലൂർ കർഷക സംഘം വനംവകുപ്പ് ഓഫീസ് ഉപരോധിച്ചു. കുമളി ലോവർ ക്യാമ്പിനും ഗൂഡല്ലൂരിനും ഇടയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. റോസാപ്പൂക്കണ്ടം സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. ഒരാളുടെ നില ഗുരുതരമാണ്. ടാർ മിക്സിംഗ് പ്ലാന്റിന്റെ പ്രവർത്തനം മുടങ്ങിയ ദേശീയപാതാ നവീകരണത്തെ ബാധിച്ചു. ടാറിംഗ് വൈകിയത് കാൽനട വാഹനയാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. കുട്ടിക്കാനത്തിന് സമീപം പ്രവർത്തനം ആരംഭിച്ച ടാർ മിക്സിംഗ് പ്ലാന്റ് പ്രദേശവാസികളുടെ എതിർപ്പിനെ തുടർന്നാണ് പ്രവർത്തനം നിർത്തിവെച്ചത്. മറയൂർ ചിന്നാർ വനാതിർത്തിയിൽ ആനമല ടൈഗർ റിസർവിൽ മാവോയിസ്റ്റ് സാന്നിധ്യമെന്ന് സംശയം. തമിഴ്നാട് വനംവകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. അമരാവതി വനത്തിനുള്ളിലാണ് മാവോയിസ്റ്റ് സാന്നിധ്യം സംശയിക്കുന്നത്. MG സർവകലാശാല ഡിഗ്രി പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ ദേശീയപാതയിൽ. സംഭവത്തിൽ അധ്യാപികയടക്കം 3 പേർക്കെതിരെ നടപടി. മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയ 39 ഉത്തരക്കടലാസുകളാണ് കണ്ടെത്തിയത്. BSc ബയോടെക്നോളജി 3ാം സെമസ്റ്റർ ജനറ്റിക് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളാണ് വഴിയരികിൽ നിന്ന് ലഭിച്ചത്. വാഴക്കാലയിലെ ആൾക്കൂട്ട കൊലപാതക കേസിൽ 6 പ്രതികൾ കൂടി അറസ്റ്റിലായി. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സ്റ്റുവർട്ട് കീലറുടെ നേതൃത്വത്തിൽ ഇവരെ വിശദമായി ചോദ്യം ചെയ്തു. കുറുപ്പംപടിയിൽ അസം സ്വദേശിനിയെയും ഭർത്താവിനെയും ആക്രമിച്ച സംഭവത്തിൽ 3 പേർ പിടിയിൽ.
മാവിൻ ചുവട്ടിൽ കടയിലെത്തിയ സംഘം ഭർത്താവിനെ ആക്രമിക്കുകയായിരുന്നു. പോലീസ് പ്രതികളെ റിമാൻഡ് ചെയ്തു. വോട്ടർ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറും സംഘവും ഇൻഫോ പാർക്കിലെത്തി. ഇൻഫോ പാർക്കിൽ പ്രത്യേകം തയ്യാറാക്കിയ പോളിംഗ് ബൂത്തിൽ വോട്ടർമാർക്ക് വിവിപാറ്റ് യന്ത്രത്തെ പരിചയപ്പെടാൻ അവസരമൊരുക്കിയിരുന്നു. സ്വത്ത് വിവരം വെളിപ്പെടുത്തിയില്ല എന്ന CPIM കൌൺസിലർ KC ഗിരീഷിന്റെ പരാതിയിൽ പട്ടാമ്പി നഗരസഭയിലെ 24 UDF കൌൺസിലർമാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 15 മാസത്തിനുള്ളിൽ സ്വത്ത് വിവരം കാണിക്കണമെന്നതാണ് ചട്ടം. പാലക്കാട് ടൗണിൽ വസ്ത്രവ്യാപാരശാലയിൽ വൻ തീപിടുത്തം. വടക്കഞ്ചേരി കമ്മാന്തറ ഗ്രാമം റോഡിൽ കനിഹ ടെക്സ്റ്റൈൽസിനാണ് തീപിടുത്തം. 2 കോടിയോളം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. തീപിടുത്തത്തെ തുടർന്ന് വടക്കഞ്ചേരി ടൗണിൽ 4 മണിക്കൂർ ഗതാഗതം സ്തംഭിച്ചു. PMAY ഭവന പദ്ധതിയിൽ നിന്ന് പൊന്നാനി നഗരസഭയിലെ 250 അപേക്ഷകർ പുറത്ത്. അർഹരായ കുടുംബങ്ങളെ പുറത്താക്കിയെന്നാരോപിച്ച് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിപക്ഷാംഗങ്ങൾ ധർണ നടത്തി. ഗവർണർ ഓർഡിനൻസിൽ ഒപ്പിട്ട് 5 ദിവസം പിന്നിട്ടിട്ടും കാലിക്കറ്റ് സർവകലാശാല രജിസ്ട്രാറെയും പരീക്ഷാ കൺട്രോളറെയും മാറ്റാത്തതിൽ പ്രതിഷേധം ശക്തം. CPIM അനുകൂല സംഘടനകൾ PVC ഡോക്ടർ P. മോഹനനെ 6 മണിക്കൂർ ഉപരോധിച്ചു. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. CPIM മാർച്ച് തടഞ്ഞ SIയെ പ്രവർത്തകൻ മർദ്ദിച്ചു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CPIM നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പ്രതിഷേധ മാർച്ച് തടഞ്ഞതിൽ ക്ഷുഭിതനായ പ്രവർത്തകൻ SIയെ മർദ്ദിക്കുകയായിരുന്നു. ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. വേനൽ കനത്തതോടെ കടുത്ത ദുരിതമാണ് ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക്. കടലിൽ മീൻ ലഭ്യത കുറഞ്ഞതിനാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് മത്സ്യത്തൊഴിലാളികൾ. മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ഭാര്യ ശ്രീദേവി അന്തർജനം അന്തരിച്ചു. 86 വയസ്സായിരുന്നു. എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ 2 ദിവസമായി ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെ 5:30 അന്ത്യം. 4 കിലോഗ്രാം കഞ്ചാവുമായി 3 ബിരുദ വിദ്യാർത്ഥികൾ പിടിയിൽ. യശ്വന്ത്പുര മംഗളൂരു എക്സ്പ്രസ് ട്രെയിനിൽ നടത്തിയ പരിശോധനയിലാണ് ബിരുദ വിദ്യാർത്ഥികളെ കഞ്ചാവുമായി തിരൂരിൽ നിന്ന് പിടികൂടിയത്. വളയം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 5 നാടൻ ബോംബുകൾ കണ്ടെത്തി. പാറക്കടവ് വേവം റോഡിൽ സാദിഖിന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് PVC പൈപ്പിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ ബോംബുകൾ കണ്ടെത്തിയത്. കരിപ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ 10 ദിവസത്തിനകം യാത്രക്കാർക്ക് തുറന്നുകൊടുക്കാൻ എയർപോർട്ട് അതോറിറ്റി തീരുമാനിച്ചു. കസ്റ്റംസ്, ഇമിഗ്രേഷൻ വിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങൾ പുതിയ ടെർമിനലിൽ ക്രമീകരിച്ചു വരികയാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാർ വയനാട്ടിൽ. ആകെയുള്ള വോട്ടർമാരിൽ 2,94,361 പേർ സ്ത്രീകളാണ്. ജാനുവരി അവസാനം വരെയുള്ള കണക്കാണ് ഇത്. വയനാട്ടിൽ ഒരാൾക്ക് കുരങ്ങ് പനി സ്ഥിരീകരിച്ചു. രോഗിയെ മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇതോടെ ജില്ലയിൽ കുരങ്ങ് പനി സ്ഥിരീകരിച്ചവരുടെ എണ്ണം 5 ആയി. സാങ്കേതിക തകരാറ് കാരണം അടച്ചുപൂട്ടിയ പാപ്പിനിശ്ശേരി കോഴിമാലിന്യ പ്ലാന്റ് പ്രവർത്തനം പുനരാരംഭിച്ചു. 10ഓളം പഞ്ചായത്തുകളിലെ കോഴിമാലിന്യമാണ് കിലോയ്ക്ക് 5 രൂപ നിരക്കിൽ എത്തിക്കുന്നത്. 10 ടൺ കോഴിമാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ശേഷി പ്ലാന്റിനുണ്ട്. ശ്രീകണ്ഠാപുരം വഞ്ചിയം വലിയരീക്ക മലഭാഗത്തു നിന്ന് 200 ലിറ്റർ വാഷ് പിടിച്ചെടുത്തു. എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് വാഷ് കണ്ടെത്തിയത്. തൃക്കരിപ്പൂരിലെ രാജീവ് ഗാന്ധി സ്മാരക സിന്തറ്റിക് ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ കൃത്രിമ പുൽത്തകിടികൾ നശിക്കുന്നതായി പരാതി. കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ 3 വർഷം മുൻപ് 2 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയതാണ് ഇത്. ആവശ്യമായ പരിചരണം ലഭിക്കാത്തതാണ് നാശത്തിന് കാരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബൂത്തുകളിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കുമെന്ന് ജില്ലാ കളക്ടർ. ഭിന്നശേഷിക്കാരായ വോട്ടർമാർക്കുള്ള സൗകര്യവും കുടിവെള്ളത്തിനായുള്ള ക്രമീകരണങ്ങളും ചെയ്യും. വെള്ളരിക്കുണ്ട് കോട്ടമല എസ്റ്റേറ്റിൽ തീപിടുത്തം. 3 ഏക്കർ റബ്ബർ തോട്ടം കത്തി നശിച്ചു. അഗ്നിശമന സേനയുടെ സഹായത്തോടെ തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് തീ അണച്ചു. 100 ന്യൂസ് അവസാനിക്കുന്നു. ഇനി വോട്ടർ ഷാ കാണാം. നമസ്കാരം. ചുങ്കത് ജ്വല്ലറി 100 ന്യൂസ് സമർപ്പിക്കുന്നത്